എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ആലു പൊറോട്ട. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുക്കളക്കൂട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തിക്ക് കുഴക്കാൻ വേണ്ടി നമ്മളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണിച്ച് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓൾറെഡി ഇത് കുഴച്ച് ചപ്പാത്തി ഡോ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉരുളകളാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആലു പൊറോട്ടയ്ക്കുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനായിട്ട് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ ആവശ്യമുണ്ട്. കുറച്ച് ഉള്ളി, സവാള, പച്ചമുളക്, അതുപോലെ തന്നെ കറി ലീവ്സ്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് മാഷ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ ഒന്ന് മാഷ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചും മാഷ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പച്ചമുളകും കരിവേപ്പിലയും ഇടുന്നതിന് മുന്നേ നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ലൈറ്റ് ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ മാത്രം പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഈ പച്ചക്കറിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മസാലപ്പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ മസാലപ്പൊടികൾ ചേർക്കണം എന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ മസാല ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ചപ്പാത്തിക്ക് ഉരുളയാക്കി വെച്ചതുപോലെ തന്നെ ഈ മസാലയും ഉരുളയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ ചപ്പാത്തിക്ക് ഉരുളയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒന്നെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉരുളയാക്കി വെച്ച ഒരു മസാലയുടെ കൂട്ടെടുത്ത് ഉള്ളിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് മൂടി കൊടുക്കുക. ഈ മൂടി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എവിടെയും ഹോൾസ് വരാൻ പാടില്ല. കാരണം നമുക്ക് ഇനിയും ഇത് പരത്തേണ്ടതാണ്. അപ്പോൾ ഹോൾസ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പരത്തുന്ന ടൈമിൽ ഈ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഉരുളയാക്കിയിട്ട് മസാല അതിൻ്റെ ഉള്ളിൽ വെച്ച് ഉരുളയാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കെയർ കൊടുക്കണം. പിന്നെ ഇത് പരത്താൻ തുടങ്ങുമ്പോഴും കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അധികം തിന്നാക്കി പരത്തരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ നല്ല തിന്നായിട്ടല്ലേ പരത്തുക, നല്ല നേരിയതാക്കിയിട്ടാണ് പരത്തുക. പക്ഷെ ആലു പൊറോട്ട ആക്കുമ്പോൾ അധികം തിന്നാക്കരുത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്. പരത്തിയതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് പാൻ ചൂടായതിന് ശേഷം നമ്മൾ നോർമൽ ചപ്പാത്തി എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതേ രീതിയിൽ ചുട്ടെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണയൊക്കെ അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ പരത്തുന്നത് നല്ല രീതിയിലാണെങ്കിൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അധികം സമയം പാനിൽ വെച്ച് ചൂടാക്കാനും പാടില്ല. കാരണം കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോവും. പിന്നെ പപ്പടം പൊട്ടിച്ചെടുക്കുന്ന പോലെ പൊട്ടിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ തിന്നാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് കറിയുടെ ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കിനി സെപ്പറേറ്റ് ആയിട്ടൊരു കറീൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ കറി ആവശ്യമാണ് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മുടെ ആലു പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.
അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ആൻഡ് സീ യു സൂൺ.